जय द्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। ओम भगवते वासुदेवाय भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। पंचतत्वात्मकं कृष्णं भक्तरूप स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्त्यम्। हरे कृष्ण 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 हरे 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 राम 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 हरे ഹരേ കൃഷ്ണ. എല്ലാ വൈഷ്ണവന്മാർക്കും എന്റെ വിനീതമായ പ്രണാമം. വളരെ സന്തോഷമുണ്ട്. ഏകാദശി ദിവസം ചൈതന്യ ചരിതാമൃതം വായിക്കാൻ പറ്റിയ ഭാഗ്യം അവസരം തന്ന എല്ലാ ഡിവോട്ടീസിനും താങ്ക് യു സോ മച്ച്. സോ ഇന്ന് നമ്മള് വായിക്കേണ്ടത് ചൈതന്യ ചരിതാമൃത ചാപ്റ്റർ 5 ടെക്സ്റ്റ് ഹരേ കൃഷ്ണ. സോ ഇന്ന് നമ്മൾ വായിക്കേണ്ടത് ചാപ്റ്റർ 5. ഈ ചാപ്റ്റർ ഓൾമോസ്റ്റ് എൻഡ് നമ്മൾ എത്തിക്കഴിഞ്ഞു. നിത്യാനന്ദ ബലറാമിന്റെ ഗ്ലോറീസ് എല്ലാം നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നിത്യാനന്ദ പ്രഭുവിന്റെ ബെസ്റ്റ് ഡിവോട്ടീസ് ഒരാളാണ് നമ്മുടെ വിശ്വനാഥ കവിരാജ് ഗോസ്വാമി. ആ ഭാഗമാണ് നമ്മളിപ്പോ വായിക്കാൻ പോകുന്നത്. ടെക്സ്റ്റ് നമ്പർ 205, 206. जगाई मादाई है ते मोदी से पापिष्टा पूरी शेर कीटा है ते मोनी से लागिष्टा. I'm more sinful than Jagai and Madai and even lower than the worms in the stool. 206. Mora nama shune tara punya kshaya mora nama loya tara papa haya. Anyone who hears my name loses the result of his pious activities. Anyone who utters my name becomes sinful. So ഇപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് വായിച്ചുകൊണ്ടിരിക്കുന്നത് കവിരാജ് ഗോസ്വാമി മഹാരാജ് എന്റെ ഹ്യൂമിലിറ്റി ആ ഭാഗം ആണ്. എങ്ങനെ കൃഷ്ണദാസ കവിരാജ് ഗോസ്വാമി മഹാരാജിന് നിത്യാനന്ദ പ്രഭുവിന്റെ അനുഗ്രഹം കിട്ടി എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ്
ആദ്യം നമ്മൾ നിത്യാനന്ദ പ്രഭുവിന്റെ ആരാണ് നിത്യാനന്ദ പ്രഭു ആരാണ്? നിത്യാനന്ദ പ്രഭു 5 ഫോംസില് നിത്യാനന്ദ പ്രഭുവിനെ നമ്മൾ വർഷിപ്പ് ചെയ്യുന്നു. സംകർഷണ, കാരണോദകശായി, ഗർഭോദകശായി, ക്ഷീരോദകശായി, ശേഷ. ഈ 5 രൂപത്തില് നമ്മൾ നിത്യാനന്ദ ബലറാമിനെ വർഷിപ്പ് ചെയ്യുന്നു. നിത്യാനന്ദ പ്രഭുവിന്റെ അനുഗ്രഹത്തിന്റെ സംഘർഷന്റെ വിസ്താരങ്ങൾ, പിന്നെ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് നിത്യാനന്ദ പ്രഭുവിന്റെ മൂഡ്, ചൈതന്യ മഹാപ്രഭുവിന്റെ സേവ ചെയ്യുമ്പോൾ നിത്യാനന്ദ പ്രഭുവിന്റെ മൂഡ് എങ്ങനെയായിരുന്നു, പിന്നെ നിത്യാനന്ദ പ്രഭുവിന്റെ സെർവൻസിനെ കുറിച്ച് പറഞ്ഞു. മീനകേതന രാമദാസ് മീനകേതന രാമദാസ് ആരായിരുന്നു? മീനകേതന രാമദാസ് പിന്നെ ഗുണാർണവ മിശ്രയെ കാണുന്നുണ്ട്. ഗുണാർണവ മിശ്രയെ കാണുമ്പം അപ്പൊ ഗുണാർണവ മിശ്ര വന്നിട്ട് റെസ്പെക്ട് ചെയ്തില്ല മീനകേഷ്ണ രാമദാസിന്. അത് കണ്ടപ്പോ മീനകേതന രാമദാസിന് ഭയങ്കര ദേഷ്യമുണ്ടായി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വന്നിട്ട് അവരുടെ ബ്രദറിന്റെ കൂടെ ഒരു ചെറിയ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായി. ചൈതന്യ മഹാപ്രഭുവിനെ മാത്രം റെസ്പെക്ട് ചെയ്യുന്നു, നിത്യാനന്ദ പ്രഭുവിനെ നിത്യാനന്ദ പ്രഭുവിന്റെ സെർവൻസിനെ എല്ലാം അത്രയ്ക്ക് റെസ്പെക്ട് ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ആംഗ്രി ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ എന്തായി, അപ്പൊ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നുണ്ട്, ചൈതന്യ മഹാപ്രഭു പോലെ തന്നെ നമ്മൾ ലോർഡ് നിത്യാനന്ദയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നിത്യാനന്ദ പ്രഭുവിനെ റെസ്പെക്ട് ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് അതിനു വേണ്ടി ഡിഫെൻഡ് ചെയ്തു. മഹാപ്രഭുവിന്റെ സെർവൻസിനെ മാത്രമല്ല ലോർഡ് നിത്യാനന്ദയുടെ സെർവൻസിനും നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഒരു ദേഷ്യപ്പെട്ടു. അന്നത്തെ ദിവസമാണ് ലോർഡ് നിത്യാനന്ദ 5 തൊട്ട് 5:30 വരെയും പിന്നെ 7:45 തൊട്ടിട്ട് 8:30 വരെ. ഹലോ, 5 തൊട്ട് 5:30, 5 തൊട്ടിട്ട് 5:30. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ ഇത് കേട്ടപ്പോ നിത്യാനന്ദ പ്രഭു വന്നിട്ട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ അടുത്ത് വന്ന് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. ഗോ ടു വൃന്ദാവന, അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് എവറിത്തിങ് വിൽ ബി റിവൈൽഡ്. അവിടെ പോകുമ്പോൾ എല്ലാം റിവീൽ ആവുമെന്ന് പറയും. അപ്പൊ കൃഷ്ണദാസ് ഗോസ്വാമി വന്നിട്ട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ആ സ്വപ്നം കണ്ട ആ ക്ഷണം തന്നെ വൃന്ദാവനത്തിലേക്ക് വേണ്ടി ഇറങ്ങി. അപ്പൊ ഇവർ കൃഷ്ണദാസ് ഗോസ്വാമി വന്നിട്ട് കവിരാജ് ഗോസ്വാമി വന്ന് പറയുന്നുണ്ട്, നിത്യാനന്ദ പ്രഭുവിന്റെ അനുഗ്രഹം കിട്ടിയത് കൊണ്ട് മാത്രമാണ് രൂപസനാതന അവരുടെ അസോസിയേഷൻ എനിക്ക് കിട്ടി. ജസ്റ്റ് ബിക്കോസ് ഓഫ് മെർസി ഓഫ് നിത്യാനന്ദ ബലറാം. നിത്യാനന്ദ ബലറാമിന്റെ മെർസി കിട്ടിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവരുടെ അനുഗ്രഹം കിട്ടി. പിന്നെ നിത്യാനന്ദ പ്രഭു തന്നെത്താനെ വന്നിട്ട് വളരെ ഹമ്പിളായിട്ട് നമ്മള് കുറെ വൈഷ്ണവ സോങ്സ് എല്ലാം നോക്കുമ്പോ അവിടെ വന്നിട്ട് ഡിവോട്ടീസ് വന്നിട്ട് തന്നെ വന്നിട്ട് വളരെ താഴ്ത്തി. മെറ്റീരിയൽ വേൾഡിൽ നോക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും നമ്മളെ പുകഴ്ത്തി പറയുകയാണെങ്കിൽ, ഓ മാതാജി സച്ച് എ വണ്ടർഫുൾ ഡിവോട്ടി, മാതാജി വോയിസ് ഇസ് സോ സ്വീറ്റ്, മാതാജി കുക്കിംഗ് എക്സലന്റ്, ഇങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് പ്രഭുജി നിങ്ങളെ പോലെ ഭക്തന്മാര് ലോകത്തിൽ എല്ലാം കേൾക്കുമ്പോൾ ഡിവോട്ടീസ് വന്നിട്ട് ഇങ്ങനെ ഡിവോട്ടീസ് എല്ലാവരും ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. ഞാൻ വലിയ ഡിവോട്ടി, ഇല്ല പ്രഭു, എല്ലാം കൃഷ്ണന്റെ അനുഗ്രഹമാണ്, എല്ലാം ഭഗവാന്റെ കൃപ കൊണ്ട് ആണെന്ന് പുറമേ നമ്മൾ ഇങ്ങനെയെല്ലാം പറഞ്ഞാലും അകത്ത് വന്നിട്ട് എന്നെ ഗ്ലോറിഫൈ ചെയ്യുന്നു. ആ ഇത് ഭക്തന്മാർക്ക് ഉണ്ടാവാറുണ്ട്. എക്സോൾട്ടഡ് ഡിവോട്ടീസ് അങ്ങനെ ഫീൽ ചെയ്യില്ല. എക്സോൾട്ടഡ് ഡിവോട്ടീസ് വന്നിട്ട് അങ്ങനെ ഫീൽ ചെയ്യില്ല. ഭഗവാന്റെ ഓൺ എക്സാമ്പിൾ നമുക്കിപ്പോ ഇന്ന് രാവിലെ എന്തോ സംസാരിച്ചപ്പോ ഭഗവാൻ ലോർഡ് രാമചന്ദ്രയുടെ ഗ്ലോറീസ് എല്ലാം കുറിച്ച് വായിക്കുമ്പോ മറ്റേ ദൂതന്മാരെല്ലാം വന്നിട്ട് പ്രജകളെല്ലാം എന്ത് സംസാരിക്കുന്നു എന്ന് പറയണമെന്ന് ലോർഡ് രാമചന്ദ്ര പറയുമ്പോൾ ഗ്ലോറിഫിക്കേഷൻസ്. അപ്പൊ ലോർഡ് രാമചന്ദ്ര ഇമീഡിയറ്റ്ലി പറഞ്ഞ അവിടെ എന്നെ പുകഴ്ത്തി പറയുന്നവരെ കുറിച്ച് എന്നെ പറയണ്ട. മക്കളുടെ പ്രജകളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ ആരെങ്കിലും എന്നെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ കമന്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇകഴ്ച വല്ലതും ഉണ്ടെങ്കിൽ അത് എനിക്ക് പറയണമെന്ന് പറഞ്ഞു. എന്നെ പുകഴ്ത്തി പറയുന്നത് കാര്യങ്ങൾ പറയണ്ട. എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന മാതിരി ഇല്ല
എന്റെ പ്രജകൾക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുന്നു. സോ ഇത് ഭഗവാൻ വന്നിട്ട് കാണിച്ചു തരുന്നതാണ്. സോ ഇതുപോലെ ആരെങ്കിലും ഇപ്പൊ നമ്മളോട് വന്നിട്ട് ആരെങ്കിലും ഡിവോട്ടീസ് വന്നിട്ട് വാട്ട് യു ഡൂയിങ് ഇസ് വെരി ബാഡ്, ഇത് ശരിയല്ല, അങ്ങനെയെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ എന്തുമാത്രം ഡെഡിക്കേഷനോട് കൂടിയിട്ടാണ് നമുക്ക് സർവീസ് എല്ലാം ചെയ്യുന്നത്, ഇങ്ങനെയെല്ലാം സർവീസ് ചെയ്യുമ്പോൾ ഇതുപോലെ വാക്കുകളെല്ലാം കേൾക്കുന്നത് ശരിയാണമ്മ. അങ്ങനെ നമുക്ക് അത് അക്സെപ്റ്റ്, ബിക്കോസ് നമുക്ക് അത്രയ്ക്ക് മെച്ചൂരിറ്റി ഇല്ല. മെച്ചൂരിറ്റി ഇല്ല. ഡിവോട്ടീസ് ഒരു പ്രാവശ്യം ചില പ്രഭുപാദ പറഞ്ഞിട്ട്, ഈ ധമ്മരഥം സിനിമ വന്നിട്ട് യുനോ നമ്മുടെ ഹരേ കൃഷ്ണ മൂവ്മെന്റേ വന്നിട്ട് വളരെ തരം താഴ്ത്തി പറയുന്നുണ്ട് ഈ മൂവി. അപ്പൊ പറഞ്ഞു ഇറ്റ് വാസ് ഗുഡ് അവിടെ കുഴപ്പമില്ല, ഗുഡ് പബ്ലിസിറ്റി ഓർ ബാഡ് പബ്ലിസിറ്റി, ഇറ്റ് ഇസ് ഓൾ ഗുഡ്. അത് സീരിയസ് ആയിട്ട് അറിയണമെന്നുള്ളവർ വന്നിട്ട് നമ്മുടെ മൂവ്മെന്റിൽ ചേരുന്ന ചില പ്രഭുപാദ പറഞ്ഞു. ജനറലി എക്സോൾട്ടഡ് ഡിവോട്ടീസ് വൈഷ്ണവാസ് എല്ലാം എന്ന് വെച്ചാല് തന്നെ വന്നിട്ട് എപ്പോഴും ഐ എം നത്തിങ്, എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ബൈ ദി മെർസി ഓഫ് ലോർഡ് ശ്രീകൃഷ്ണ, ലോർഡ് ചൈതന്യ മഹാപ്രഭു. അവരുടെ അനുഗ്രഹം കൊണ്ടാണ് കാര്യങ്ങളെല്ലാം നീങ്ങുന്നത്. ഞാൻ ഒന്നുമേ അല്ല, ഞാൻ വെറും അല്പമായിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് മഹാപ്രഭു എന്ന് വന്നിട്ട് എന്റെ നാമം ചൊല്ലുന്നവര് they lose all the pious credit of all the pious activities എന്ന് പറയുന്നു. നാം ചെയ്ത പുണ്യകർമ്മങ്ങളെല്ലാം പോകും എന്റെ പേര് എടുത്താല്. അതുപോലെ എന്റെ പേര് കേൾക്കുന്നവർ വന്നിട്ട് they lose the result of all pious activities. എന്റെ നാമം ചൊല്ലുന്നവർ വന്നിട്ട് become പാപഹയ, ഭയങ്കര പാപികളായി പോകുമെന്ന് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി തന്നെ അങ്ങനെ പറയുന്നു. അതുപോലെ നമ്മുടെ ബ്യൂട്ടിഫുൾ വൈഷ്ണവ ഗീതത്തെ ഒരു സോങ് ഉണ്ട്, ഗോപീനാ മമ നിവേദന ശൃണോ വിഷയ ദുർജന സദാ പപിരത, വിഷയ ദുർജന സദാ പപിരത, കിച്ചു നഹി മോര ഗുണ ഗോപീനാഥ്, കിച്ചു നഹി മോര ഗുണ. എന്നെ പോലെ ഒരു നല്ല ഗുണമില്ലാത്ത. അപ്പൊ ഉത്തമ വൈഷ്ണവർ എല്ലാരും എന്താ വെച്ചാൽ ദൈന്യം ഓദിക്കുക. ആ ദൈന്യഭാവം തന്നെത്താനെ വന്നിട്ട് വളരെ ഇതായിട്ട് വെച്ചിട്ട്, അതാണ് നിത്യാനന്ദ പ്രഭുവിന്റെ ഹ്യൂമിലിറ്റി. കൃഷ്ണദാസ് വൈഷ്ണവാസ്, ഉത്തമ വൈഷ്ണവാസിന്റെ ഗുണം വന്നിട്ട് always think it is a very big quality and very difficult to attain also, unless നമുക്ക് വന്നിട്ട് സിൻസിയർ ആയിട്ട് ഇതുപോലെ ഗുണമുള്ള പൈസ വേണമെങ്കിൽ, ധനവാനാണെങ്കിൽ they have a lot of money, if you go and approach a ധനവാൻ ധനം കിട്ടും. അതുപോലെ ഗുണവാനാണെങ്കിൽ നല്ല ഗുണമുണ്ട്. അപ്പൊ ഇതുപോലെ നല്ല ഹ്യൂമിലിറ്റി ഗുണമുള്ള വൈഷ്ണവാസ് നമ്മൾ കാണുവാണെങ്കിൽ അവര് സേവിക്കുമ്പോൾ ആ ഗുണം കിട്ടും. ധനവാന്റെ അടുത്ത് പോയാൽ ധനം കിട്ടും, മറ്റേ ഗുണവാന്റെ അടുത്ത് പോയാൽ നല്ല ഗുണം കിട്ടും. ഇതുപോലെ നല്ല ഹമ്പിൾ ആയിട്ടുള്ള ഒരു വൈഷ്ണവ പോയി നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നമുക്കും ആകും. ഓൺലി ബൈ ദി മെർസി ഓഫ് വൈഷ്ണവ യു ഗെറ്റ് ഓൺലി. അല്ലെങ്കിൽ നമുക്കായിട്ട് ഈ ഇതുപോലെ ഗുണങ്ങളെല്ലാം വന്നിട്ട് കിട്ടാനുള്ള ഇത് ഇല്ല. സോ ഓൾറെഡി അത് അച്ചീവ് ചെയ്തവരുടെ അടുത്ത് അത് ഉള്ളവരുടെ പോയി നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അത് കിട്ടും. അപ്പൊ നിത്യാനന്ദ പ്രഭുവിന്റെ പറയാണ്, ഇതുപോലെ ഒരു അബോമിനബിൾ പേഴ്സൺ ഞാന് ഏമന നിർഗ്രഹണ മോരെ സേവാ കൃപ കരേ ഏക നിത്യാനന്ദ വിനു ജഗത ബിധരെ. എന്നെ പോലെ ഒരു ഭാവിക്ക് നിത്യാനന്ദ പ്രഭു അല്ലാതെ വേറെ ആർക്ക് മർസി കൊടുക്കാൻ ഈ ലോകത്തിലെ വന്നിട്ട് വേറെ ആർക്കും മർസി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നിത്യാനന്ദ പ്രഭു വന്നിട്ട് എന്നെ പോലെ ഒരു ഭാവിക്ക് അനുഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട്. സോ കൃഷ്ണദാസ് കവിരാജിന്റെ മഹാരാജിന്റെ ഹ്യൂമിലിറ്റി വന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇപ്പൊ നമ്മള് 208 വായിക്കാം. പ്രേമമത്ത നിത്യാനന്ദ കൃപാവതാര ഉത്തമ അധമ കിച്ചു നാകരെ വിചാര. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് നിത്യാനന്ദ, because he is intoxicated by the ecstatic love and is an incarnation of mercy, he does not distinguish between good and bad. അപ്പൊ നിത്യാനന്ദ പ്രഭു വന്നിട്ട് അത്രയും കൃഷ്ണപ്രേമയില് ഇതുകൊണ്ട് നല്ലത് ചീത്തയൊന്നും നോക്കാതെ എന്നെ പോലെ യാതൊരു യോഗ്യതയുള്ള ആൾക്കും അനുഗ്രഹിച്ചു. ഏയാകെ
പടയെ താരെ കരായ നിസ്താര അതയേവ നിസ്താരേന മോഹേന ദുരാചാര. അപ്പൊ നിത്യാനന്ദ പ്രഭു he delivers all those who fall down before him. ആരെല്ലാം പോയി അവരുടെ പാദത്തിൽ പോയി വീഴുന്നു അവരെല്ലാം ഡെലിവർ ചെയ്യുന്നു. അപ്പൊ എന്നെയും കൂടെ അനുഗ്രഹിച്ചു. Therefore he has delivered such a simple and fallen person as me. എന്നെയും അനുഗ്രഹിച്ചു എന്ന് കൃഷ്ണദാസ് കവിരാജ് മഹാരാജ് നിത്യാനന്ദ പ്രഭുവിന്റെ ഗ്ലോറിഫൈ ചെയ്യുന്നു. ഗ്ലോറീസ് എല്ലാം പറയുന്നുണ്ട് ഇവിടെ. നിത്യാനന്ദ പ്രഭുവിന്റെ മഹത്വത്തിന് ഗ്ലോറീസ് എല്ലാം ഇവിടെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 2:10 വായിക്കുവാനും. മോപാപിഷ്ടയാനിലേന ശ്രീ വൃന്ദാവന മോഹേന അധമേ ദില ശ്രീ രൂപ ചരണം. സോ ഞാൻ ഇത്രയും fallen ആയിരുന്നിട്ടും, although I am skillful and I am most fallen, he has conferred upon me the lotus feet of Sri Rupa Goswami. വലിയ അമൂല്യ രത്നം എന്താണ്? വലിയ വൈഷ്ണവന്മാരുടെ സംഘം, അസോസിയേഷൻ. അപ്പൊ ഇവിടെ ഇവർ പറയുന്നുണ്ട് എനിക്ക് Rupa Goswamiയുടെ അസോസിയേഷൻ കിട്ടി. And I got the association of Lord Rupa Goswami. Sri Madana Gopala Sri Govindera Darshana Kahi Bara Yogya Nahe Esabha Katana. Kahi Bara Yogya Nahe Esabha Katana. എനിക്ക് യാതൊരു യോഗ്യതയില്ല ഈ കഥയെല്ലാം പറയാനും കാര്യങ്ങളെല്ലാരും. ബട്ട് എന്തായി? ശ്രീ മദന ഗോപാല നിത്യാനന്ദ പ്രഭുവിന്റെ അനുഗ്രഹം കൊണ്ട് രൂപഗോസ്വാമിയുടെ മഴ്സി കിട്ടി. രൂപഗോസ്വാമിയുടെ മഴ്സി മുഖാന്തരം എനിക്ക് മദന ഗോപാല ലോർഡ് ഗോവിന്ദയുടെ അനുഗ്രഹം കിട്ടി. ഇതെല്ലാം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. വൃന്ദാവന പുരന്ദര ശ്രീ മദന ഗോപാല രാസവിലാസി സാക്ഷാത് ബ്രജേന്ദ്ര കുമാര. So, Madana Gopala is the chief deity is the enjoyer of Rasa dance and is directly the son of King of Braja. So, ഇവിടെ അവർ പറയുന്നുണ്ട് രാധാ മദൻ മോഹൻ ഡേറ്റിയുടെ അടുത്തിട്ട് പോയപ്പോഴാണ് അവർക്ക് അനുഗ്രഹം കിട്ടിയത്, മാല കിട്ടി, പിന്നെ രചന ചേർത്താമൃത തുടങ്ങിയത്. അപ്പൊ ഹിസ്റ്റലിൻ ഭഗവാൻ അവിടെ പോയി കണ്ടത്, മദനഗോപാല ഡേറ്റിയെ പോയി കണ്ടത്, ഈസ് ഡയറക്ട്ലി ദ സൺ ഓഫ് കിങ് ഓഫ് പ്രജ. ഡയറക്ട്ലി ദ സൺ ഓഫ് കിങ് ഓഫ് പ്രജ. കിങ് ഓഫ് പ്രജ എന്ന് ഇവിടെ പറയുന്നത് നന്ദ മഹാരാജാവിന്റെ പുത്രൻ കൃഷ്ണൻ തന്നെ. ഡയറക്ട്ലി കൃഷ്ണ, സാക്ഷാത് ബ്രജേന്ദ്ര നന്ദന. ഡേറ്റിനും ഭഗവാനും നമുക്ക് അത്രയ്ക്ക് പെർഫെക്ഷൻ ആയിട്ടില്ല. ഒരു കല്ലിലോ മണ്ണിലോ ഏതൊരു രൂപത്തിലുള്ള ഭഗവാനെ കണ്ടാലും ഭഗവാനും ഭഗവാന്റെ ആ രൂപത്തിനും യാതൊരു വ്യത്യാസമല്ല എന്നുള്ളൊരു ഫീൽ. നമുക്ക് ഡേറ്റി അല്ലേ കൃഷ്ണൻ, ഡേറ്റി അങ്ങനെ. ബട്ട് നമ്മൾ വന്നിട്ട് ഓരോരോ പ്രാവശ്യം ഡേറ്റിയെ ക്രോസ് ചെയ്ത് പോകുമ്പോഴും വരുമ്പോഴും നമസ്കരിക്കണം. വി ഷുഡ് ഓൾവേസ് ഫീൽ ദ പ്രസൻസ്. കൃഷ്ണൻ വന്ന് ഡേറ്റി രൂപത്തിലുണ്ട്. അപ്പൊ ആൾക്കാരുടെ ഓരോരോ പ്രാവശ്യം ക്രോസ് ചെയ്ത് പോയി വരുമ്പോൾ എന്തായാലും നമ്മുടെ ഭഗവാന്റെ പ്രസൻസ് വന്നിട്ട് ഫീൽ ചെയ്യണം. അപ്പൊ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി സാക്ഷാത് ബ്രജേന്ദ്ര നന്ദന, ഡേറ്റി അല്ല, ഈ ഡയറക്ട്ലി ദ കിങ് ഓഫ് ബ്രജ എന്ന് പറയുന്നുണ്ട്. സൺ ഓഫ് കിങ് ഓഫ് ബ്രജ. ഡേറ്റി രൂപത്തില് ഉണ്ടായാലും സാക്ഷാത് ഭഗവാൻ തന്നെയാണ്. ഈ എലിമെന്റ്സ് ഇതെല്ലാം വുഡിലുണ്ടാക്കിയ ഭഗവാനായാലും മെറ്റലിലുണ്ടാക്കിയ ഭഗവാനായാലും കല്ലുകൊണ്ടുണ്ടാക്കിയ ഭഗവാനായാലും എല്ലാവരും വന്നിട്ട് ഇതെല്ലാം എന്താണ്? ഭഗവാന്റെ എനർജിയാണ്. ഭഗവാന്റെ എനർജി ഇസ് നോട്ട് ഡിഫറെന്റ് ഫ്രം കൃഷ്ണ. കൃഷ്ണ എനർജറ്റിക് എനർജിയാണ്, ഭഗവാൻ വന്നിട്ട് എനർജറ്റിക് ആണ്. അപ്പൊ ഭഗവാൻ ശാശ്വതമാണ്, ഭഗവാൻ 100% കംപ്ലീറ്റ് ആണ്. അപ്പൊ ഭഗവാന്റെ എനർജിയും അതുപോലെയാണ്. അപ്പൊ ഭഗവാന്റെ രൂപവും അത് നമ്മൾ സാക്ഷാത് ഭഗവാൻ അവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു ഫീലിങ്ങോട് കൂടെയാണ് നമ്മൾ പോയി ഭഗവാന്റെ സർവീസ് ചെയ്യുമ്പോഴും ജസ്റ്റ് ഡേറ്റി അല്ലേ അങ്ങനെ ഫീൽ ചെയ്യാതെ, എസ്പെഷ്യലി ഗ്രഹസ്ഥാസ് വന്നിട്ട് ചില പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട് ഡേറ്റി വർഷിപ്പ് ചെയ്യുന്നത്. ദ മോർ യു വർഷിപ്പ് ദ ഡേറ്റി, ദ മോർ യു സർവ് ദ ഡേറ്റി. നമ്മൾ ഈ ശരീരമാണ് എന്നുള്ള ആ ഭാവം വന്നിട്ട് പോകുന്ന ചില പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും ഡേറ്റി വർഷിപ്പ് ചെയ്യുന്നു, എസ്പെഷ്യലി ഗൃഹസ്ഥാസ് വന്നിട്ട് വർഷിപ്പ് ചെയ്യുന്നെന്ന്. ഓക്കെ, നമ്മളിപ്പം 213 വായിക്കാണ്.
Shri Radha Lalita Sange Rasa Vilasa Manmata Manmata Rupe Yanhara Prakasha. He enjoyed Rasa dance with Srimati Radharani, Shri Lalita and others. He manifests himself as Cupid of Cupids. അപ്പൊ ഭഗവാൻ ബ്രജേന്ദ്രനന്ദൻ എന്നാ ചെയ്യണേ? വളരെ ഹാപ്പി ആയിട്ട് രാസലീല കളിക്കുന്നുണ്ട് രാധാറാണിയുടെ കൂടെ. ലളിത, വിശാഖ ഇവരെല്ലാവരുടെയും കൂടെയും രാസലീല എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ ഈസ് ഇവിടെ കൃഷ്ണ കവിരാജ് മഹാരാജ് പറയുന്നുണ്ട്, മന്മഥ മന്മഥ രൂപേ, മന്മഥന്മാരെയും എല്ലാ മന്മഥന്മാരെയും, മന്മഥൻ വന്നിട്ട് കാമദേവൻ, മദന മോഹന, കൃഷ്ണയെ മദന മോഹന. നമ്മൾ പറയുന്ന സന്ദർഭകോടി കമനീയ വിശേഷ ശോഭം, കോടിക്കണക്കിലുള്ള കാമദേവന്മാരുടെ സൗന്ദര്യം ഭഗവാനുണ്ട്. അത്ര കാമദേവന്മാരെ മയക്കുന്ന മന്മഥ മന്മഥ രൂപേ യാഹാര പ്രകാശ, അത്ര സൗന്ദര്യം മന്മഥന്മാരെയും മയക്കുന്ന സൗന്ദര്യം ഭഗവാനുണ്ടെന്ന് നമ്മളിവിടെ വായിക്കുന്നു. Text 214. Tasam avirabhuchauri mayamanam mukambujah pitaambharadhara ragvi sakshan manmata manmatah. ആരെങ്കിലും ഇതിന്റെ ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കുമോ? കൃഷ്ണ हरे कृष्ण माजी, और सेकंड माजी, और सेकंड. ഭഗവാന്റെ രൂപം വളരെ നല്ല, ഭഗവാന്റെ രൂപം വന്നിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 214 അല്ലേ മാജി? 214 അല്ലേ മാജി? അതെ മാതാജി, 214. പീത വസ്ത്രങ്ങൾ അണിഞ്ഞു പുഷ്പഹാരത്താൽ അലങ്കൃതനായി മന്ദഹാസം തൂകുന്ന മുഖാംബുജത്തോടെ ഗോപികമാർക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ സാക്ഷാൽ കാമദേവന്റെ ഹൃദയത്തെയും മോഹിപ്പിക്കും വിധം മനോജ്ഞനായി കാണപ്പെടുന്നു. ഭഗവാൻ എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്ന് ഈ ശ്ലോകത്തിൽ വന്നിട്ട് കാമദേവന്മാരെ വന്നിട്ട് ഇവൻ കാമദേവന്മാരെല്ലാം മയങ്ങിപ്പോവും ഭഗവാന്റെ സൗന്ദര്യത്തിലാണ് പറയുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ആദ്യം വായിക്കാം. ടെക്സ്റ്റ് 215. സ്വമാധുര്യം സ്വമധുര്യ ലോകേര ബനെ കരെ ആകർഷണ തുയി പാശേ രാഗ ലളിത കരെ ന സേവന. അപ്പോ ഇങ്ങനെയുള്ളപ്പം രാധാറാണിയുടെ കൂടെ നിൽക്കുമ്പോ Radharani and Lalita serving them on two sides. He attracts the heart by all of them. So ഭഗവാൻ വന്നിട്ട് ഇവരുടെ എല്ലാം സേവ അക്സെപ്റ്റ് ചെയ്തിട്ട് വെരി സ്വീറ്റ്ലി വെരി നൈസ്ലി എൻജോയ് ചെയ്യുന്നത് ഇവിടെ പറയുന്നുണ്ട്. യെസ്, നെക്സ്റ്റ് 216 നമുക്ക് വായിക്കാം. നിത്യാനന്ദദായ മോരെ താണ്ഡേ ദേഖായിദാ ശ്രീരാധാ മദന മോഹനെ പ്രഭു കരിദില. അപ്പോ ഇവിടെ പറയുന്ന നിത്യാനന്ദ പ്രഭുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് പറഞ്ഞു രൂപ ഗോസ്വാമി കിട്ടി, പിന്നെ ഐ ഗോട്ട് ദി മെർസി ഓഫ് രൂപ ആചാര്യമാർ കിട്ടി, അത് കഴിഞ്ഞിട്ട് മദൻ മോഹന്റെ അനുഗ്രഹവും എനിക്ക് കിട്ടി എന്ന് ഇവിടെ പറയുന്നുണ്ട്. നിത്യാനന്ദ പ്രഭുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ
നമുക്ക് ഭഗവാനെ കിട്ടാൻ പറ്റുള്ളൂ. അപ്പൊ നിത്യാനന്ദ പ്രഭുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞ് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കൃഷ്ണദാസ് കവിരാജ് മഹാരാജ് പറയുന്നുണ്ട്. 217 മോദമദിന ശ്രീ ഗോവിന്ദ ദർശന കഹി ബാര കഥ നാഹി അസത്യ കഥന. നിത്യാനന്ദ പ്രഭുവിന്റെ അനുഗ്രഹത്തിനാണ് ഇപ്പൊ ഇതിലും നിത്യാനന്ദ പ്രഭുയുടെ മേഴ്സിയില് നിത്യാനന്ദ പ്രഭുവിന്റെ മേഴ്സി കൊണ്ട് എനിക്ക് ഭഗവാന്റെ ദർശനം കിട്ടി, ഭഗവാന്റെ ദർശനം കിട്ടി എന്ന് പറയുന്നു. എന്നെ പോലെ ഒരു പാപിക്കും ഭഗവാന്റെ ദർശനം കിട്ടി എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് അടുത്തത് വൃന്ദാവനത്തിലുള്ള ചില തീംസ് എല്ലാം വന്ന് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അടുത്തത് 218 and 219. വൃന്ദാവനെ യോഗ പീത്തെ കൽപതാരുവനെ രത്ന മണ്ഡപ സാഹേ രത്ന സിംഹാസനെ ശ്രീ ഗോവിന്ദ വശിയാചേന വ്രജേന്ദ്ര നന്ദന മാധുര്യ പ്രകാശി കരേന ജഗത മോഹന. മാതാജി ഒന്ന് ട്രാൻസ്ലേഷൻ വായിക്കും. 218-19. കൽപ്പവൃക്ഷ വനമധ്യേയുള്ള വൃന്ദാവനത്തിന്റെ മുഖ്യ ക്ഷേത്രത്തിലെ രത്നനിർമ്മിതമായ ശ്രീകോവിലിൽ സിംഹാസനത്തിൽ വിരാജിക്കുന്ന വ്രജേന്ദ്ര നന്ദനായ ഗോവിന്ദൻ തന്റെ സമ്പൂർണ്ണ ഐശ്വര്യവും മാധുര്യവും പ്രകാശിപ്പിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ വശീകരിക്കുന്നു. അപ്പൊ ഭഗവാൻ എങ്ങനെ വൃന്ദാവനത്തില് ഇതേപോലെ നമുക്കൊരു വൈഷ്ണവ ഗീതം ഉണ്ട്. വൃന്ദാവന രമ്യസ്ഥാന ദിവ്യ ചിന്താമണി ധാമ രതന മന്ദിര മനോഹര താര മധ്യേ ഹേമപീഠ. ഇതേപോലെ മീനിങ് താരമധ്യ ഹേമപീഠ. Yes, beautiful song, beautiful song. അതിൽ ആ സോങ്ങിലും ഇതേമാതിരി ഹേമപീഠ താരമധ്യേ ഹേമപീഠ ഇതേ വരി അവിടെയും വരുന്നുണ്ട്. ഇപ്പൊ ഡിവോട്ടീസ് എല്ലാം എങ്ങനെയാ കാണുന്ന ഭഗവാന്റെ വൃന്ദാവനത്തില് വൃന്ദാവനം വന്ന് ചിന്താമണി ധാമം. സാധാരണ ആൾക്കാർക്ക് വന്നിട്ട് സൈറ്റ് സീയിങ് പോകുന്നവർക്കെല്ലാം വന്നിട്ട് ഈവൻ അൺലെസ് നമുക്ക് സറണ്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഭഗവാന്റെ ധാമമോ ഭഗവാന്റെ ലീലയോ നാമമോ ഒന്നുമേ അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാരുടെ ഡിവോട്ടീസും വേണം, പിന്നെ അവിടെ ഉള്ള ഡിവോട്ടീസിന്റെ അനുഗ്രഹം വേണം. അൺലെസ് യു ഹാവ് ദ മെർസി ഓഫ് വ്രജവാസി നമുക്ക് ഒന്നുമേ മനസ്സിലാക്കാൻ പറ്റില്ല അവിടുത്തെ ലീലകളെല്ലാമേ. അതേമാതിരി ഇവിടെ പറയുന്നുണ്ട്, അടുത്ത ശ്ലോകം നമ്മൾ വായിക്കുമ്പോൾ വാമപാർശ്വേ ശ്രീ രാധിക സഖീഗണ സംഗേ രാസാധിക ലീല പ്രഭു കരേ കഥ രംഗേ. സോ വാമഭാഗത്തിൽ ശ്രീമതി രാധാറാണിയുണ്ട്, എല്ലാ പേഴ്സണൽ ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ കൂടെ രാസലീല ഭഗവാൻ ഗോവിന്ദൻ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് ഇവിടെ പറയുന്നു. അപ്പോ വൃന്ദാവൻ ലീലകൾ സംസാരിക്കാനോ മനസ്സിലാക്കാനോ ഒരു യോഗ്യതയോ മനസ്സിലാക്കാൻ ഇവൻഷ്യല പ്രഭുപാദ് വലിയ വലിയ ആചാര്യന്മാരുടെ അടുത്തെല്ലാം പോയി വൃന്ദാവൻ ലീലകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവര് എല്ലാവരും ഐ എം നോട്ട് ക്വാളിഫൈഡ് ഈവൻ ടു ടേക്ക് ദ നെയിം ഓഫ് രാധാറാണി. ഇങ്ങനെയാ വ്രജവാസി വൃന്ദാവൻ എല്ലാം വന്നിട്ട് വളരെ വളരെ സ്പെഷ്യലാണ്. അവരുടെ അനുഗ്രഹം എല്ലാം വേണം. അത് വ്രജവാസിയിലെ വൃന്ദാവനത്തില് അവർ വന്ന് ഡിവോട്ടിയായാലും ഡിവോട്ടിയായി ഇല്ലെങ്കിലും പട്ടിയായാലും പൂച്ചയായാലും അവര് വൃന്ദാവനത്തിൽ ദിവസം ഭഗവാന്റെ നാമം കേൾക്കുന്നുണ്ട്. ദിവസം എവിടെയോ ഇനി വരുന്ന ശ്ലോകത്തിലെ തോന്നുന്നു വ്രജവാസികളെല്ലാം വന്നിട്ട് സാധാരണ ആൾക്കാരെ ഇല്ല. അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെരി സ്പെഷ്യൽ. ഒരു ആരായാലും പക്ഷിയോ മൃഗമോ
ഒരു എന്താ വൃക്ഷമോ എന്തായാലും അവർ വന്നിട്ട് വെരി 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 സ്പെഷ്യൽ, വെരി വെരി സ്പെഷ്യൽ. എനിക്കിവിടെ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ഞങ്ങള് ഞാൻ പ്രഭുവിന്റെ കൂടെ ആദ്യമായിട്ട് വൃന്ദാവനിൽ പോയപ്പോ ഉള്ള ഒരു എക്സ്പീരിയൻസിൽ ഡൽഹി എയർപോർട്ടിൽ പോയി ഇറങ്ങിയപ്പോ കയ്യില് ഒരു പ്രഭു വന്നിട്ട് കയ്യില് ഒരു പൊതി, ഒരു പാക്കറ്റ്. പ്രഭുജി, by mistake I took the property of Vrindavan, so I don't have the right to take the property of Vrindavana. Can you please help me to give him back there? ഞാൻ പറഞ്ഞു, അത് നമ്മുടെ ഗുരുമഹാരാജിന്റെ ഒരു സെക്രട്ടറി ആയിരുന്നു, ഏകനാഥ പ്രഭു ആയിരുന്നു. ഞങ്ങൾ ഓക്കെ പ്രഭുജി, എന്തോ ഒരു വൃന്ദാവനത്തിന്റെ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, അത് വന്ന് വൃന്ദാവനത്തിൽ തിരിച്ച് കൊണ്ടുവെക്കണം, നമുക്കത് എടുക്കാനുള്ള യോഗ്യത എന്തോ നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ല. നമ്മൾ പോയ സോക്സിൽ കെട്ടിയിട്ട് ഒരു എലിക്കുഞ്ഞ്, ഒരു മൗസ്, ഒരു റാറ്റ്, അതിന് ഒരു സോക്സിന്റെ അടുത്ത് കെട്ടിയിട്ട് പ്രഭു കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. ഇത് എന്നിട്ട് വൃന്ദാവനിൽ ഞാൻ പോയിരുന്നപ്പോ എന്റെ ബാഗിന്റെ അകത്ത് എങ്ങനെയോ ചാടി വന്നു. വ്രജവാസിയെ വൃന്ദാവനത്തിന്റെ വെളിയിൽ കൊണ്ടുവരാനുള്ള ഇത് നമുക്കില്ല, അത് ഒരു പാപമാണ്, നിങ്ങൾ കൊണ്ടുപോയി അത് അവിടെ കൊണ്ട് വാപ്പസ് അവിടെ കൊണ്ട് എത്തിക്കുന്നു. എലിക്കുഞ്ഞിനെ എങ്ങനെയല്ല അവിടെ കൊണ്ടുപോകും. ഞങ്ങൾ പോയത് മെയ് മാസം, ഭയങ്കര ചൂട്, വി വർ ട്രാവലിംഗ്. അപ്പൊ ഡൽഹിയിൽ നിന്ന് വൃന്ദാവൻ അപ്പൊ ഞങ്ങൾ ബസ്സിലാണ് പോയത്. ദിസ് വാസ് ഇൻ 2005. അപ്പൊ ആ സോക്സും പിടിച്ചിട്ട് അങ്ങനെ ഒരു സർവീസ് അല്ലേ, പറഞ്ഞതല്ലേ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളും വളരെ ഇതായിട്ട് ആ സോക്സ് കെട്ടിയിരുന്നു എടുത്തിട്ട്. പക്ഷെ ഞങ്ങൾ വന്ന് ട്രാവൽ ചെയ്ത് പകൽ സമയമാണ്, വൃന്ദാവൻ 3-4 hours യാത്രയാകുമ്പോഴത്തേക്കും എലിക്കുട്ടി ചൂട് സഹിക്കാതെ ആ സോക്സിന്റെ അടുത്ത് തന്നെ മരിച്ചുപോയി. ഞങ്ങൾ കൃഷ്ണബലറാം മന്ദിരത്തിന്റെ മുമ്പ് വന്ന് അത് തുറന്ന് അതിനെ വിടാമെന്ന് വിചാരിച്ചപ്പോ അത് തുറന്നു നോക്കിയപ്പോ അത് ചൂടില് നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. ദൈവമേ, നമ്മൾ ചെയ്തത് സേവയാണോ അപരാധമാണോ, ഇപ്പോഴും അതിന് ആൻസർ ഇല്ല. പക്ഷെ ഒരു വൈഷ്ണവൻ പറഞ്ഞത് ചെയ്യണമെന്ന് വിചാരിച്ചു, അത് ഇവിടെ എത്തുമ്പോഴത്തേക്കും ആ വ്രജവാസി മരിച്ചുപോയി. അപ്പം ആ പ്രഭു ഈസ് എ വ്രജവാസി. ഐ ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു ടേക്ക് ദിസ് വ്രജവാസി സർവീസസ് ഇൻ വൃന്ദാവൻ. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവരെല്ലാം എത്ര റിയലൈസ് ചെയ്തിരിക്കണം, വൃന്ദാവനത്തിലുള്ള ഒരു ചെറിയ എലിക്കുട്ടിയായാലും അതിനെ വന്നിട്ട് എടുത്തിട്ട് വരാനുള്ള അധികാരം നമുക്ക് ഇല്ല എന്ന് എത്ര റിയലൈസ്ഡ് ആയിട്ട് അവരുണ്ട് നമുക്ക്. അപ്പൊ അത് ആ ഒരു ദൃശ്യം ആരെ വൃന്ദാവനത്തിലുള്ള ആളായാലും വൃന്ദാവൻ, ദ്വാരക, മായാപൂർ എല്ലാം ഇവരെല്ലാം 4 കൈയിലെ നാരായണ രൂപത്തിലുള്ളവരാണ്. ഓൾറെഡി ദേ ആർ ഓൾ ലിബറേറ്റഡ്. ജഗന്നാഥ് പുരി നമുക്ക് കാണുന്നില്ല, അവർ എത്രയോ തപസ്സെല്ലാം ചെയ്തിട്ടാണ് ധാമത്തിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ഇതായിട്ട് അവിടെ ജനിച്ചിരിക്കുന്നത്. സോ അപ്പൊ എന്നും ഭഗവാന്റെ ധാമത്തില് ഭഗവാന്റെ ലീലകൾ നടക്കുന്ന സ്ഥലത്തിൽ അവർ ഭഗവാന്റെ പുകഴ് കേൾക്കാവും, ഭഗവാന്റെ നാമങ്ങൾ കേൾക്കാനും അവരെപ്പോഴും അതിലുണ്ട്. അപ്പൊ എല്ലാവരുടെ മർസിയും നമുക്ക് വേണം. വൃന്ദാവനത്തിലുള്ള രാധാകൃഷ്ണനെല്ലാം മനസ്സിലാക്കണമെങ്കിൽ മെയിൻലി വ്രജവാസികൾ അവിടെ എന്നെന്നും ഉള്ളവർക്ക് ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ ബിഫോർ മൈ മാരേജ് വൃന്ദാവനില് പോയപ്പോ അവിടെ എല്ലാവരും വൃന്ദാവനത്തിൽ തൂത്തുവാരുന്ന മാതാജിമാരുണ്ട്. അവിടെ ബസ്താന മുമ്പില് ഓരോരോ അമ്പലത്തിന് മുമ്പ് മാതാജിമാര് ചിലപ്പോ വിഡോസ് ആയിരിക്കും, അവരിൽ തൂത്തുവാരുന്നത്. അപ്പൊ അവർക്ക് ഇവരെല്ലാം വൃന്ദാവനത്തിലുള്ള ഡസ്റ്റ് ഡേർട്ട് എല്ലാം വന്ന് വൃത്തിയാക്കി ഭഗവാന്റെ സ്ഥലത്തില് ഭക്തന്മാർ വന്ന് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കും. അപ്പൊ ഇവരുടെ എല്ലാം അനുഗ്രഹം കിട്ടിയാലേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്റെ സീനിയർ ഡിവോട്ടി ഇതെല്ലാം പോയി അവരെല്ലാം നമസ്കരിച്ച്, അവർക്ക് ദക്ഷിണ കൊടുത്ത് അവരെ നമസ്കരിച്ച്, എത്രയോ അഴുക്ക് നമ്മുടെ ഹൃദയത്തിലുണ്ട്, നല്ല ഭക്തനാവാൻ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ മേഴ്സി എല്ലാം മേടിച്ചായിരുന്നു. സോ അപ്പൊ അതെല്ലാം വന്നിട്ട് നമുക്കൊരു പുതിയ ലെസൺ ആയിരുന്നു. അപ്പൊ വൃന്ദാവനില് പോയപ്പോ അപ്പൊ വ്രജവാസികൾ വന്നിട്ട് ദേ ആർ വെരി വെരി സ്പെഷ്യൽ, വെരി ഡിയർ ടു ലോർഡ് കൃഷ്ണ. അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അവിടെ നിൽക്കാനും അവിടെ സേവ ചെയ്യാനും എല്ലാം. അപ്പൊ വ്രജവാസികളുടെ അനുഗ്രഹം വെരി 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 ഇമ്പോർട്ടൻറ്റ്. വിത്തൗട്ട് ദ മെർസി ഓഫ് വ്രജവാസി we cannot understand Krishna. ഓക്കെ, ഇപ്പൊ നമുക്ക് 221 നമുക്ക് വായിക്കാം. യാൻഡ്ര ധ്യാന നിജ ലോകേ കാര പദ്മസന അഷ്ടാദശാക്ഷര മന്ത്രേ കാരേ ഉപാസന
ട്രാൻസ്ലേഷൻ. ഇതിന്റെ ട്രാൻസ്ലേഷനും പർപ്പട്ടും ഒന്ന് പ്ലീസ് വായിക്കണം മാതാജി. ഹരേ കൃഷ്ണമാജി. ബ്രഹ്മാവ് സ്വധാമത്തിലെ പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് അവിടുന്ന് അനവതരം ധ്യാനിക്കുകയും 18 അക്ഷരങ്ങൾ അടങ്ങുന്ന മന്ത്രത്താൽ ആരാധിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മദേവൻ സ്വയം ഭാവാർത്ഥം. ബ്രഹ്മദേവൻ സ്വന്തം ലോകത്തിൽ സ്വലോകവാസികളുമൊത്ത് കൃഷ്ണനെ 18 അക്ഷരങ്ങൾ അടങ്ങുന്ന മന്ത്രത്താൽ സദാ ആരാധിക്കുന്നു. ക്ലിം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ. ഒരു ആധികാരിക ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുന്നതിന് ദിവസം 3 തവണ ഗായത്രി മന്ത്രം ജപിക്കുകയും ചെയ്യുന്നവർക്ക് ഈ ദശാക്ഷര മന്ത്രം അറിയാം. ബ്രഹ്മലോകവാസികളും ബ്രഹ്മലോകത്തിന് താഴെയുള്ള ഗ്രഹങ്ങളിൽ വസിക്കുന്നവരും ഗോവിന്ദനെ ഈ മന്ത്രത്താൽ ധ്യാനിച്ച് ആരാധിക്കുന്നു. ധ്യാനവും ജപവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എങ്കിലും ഈ ലോകത്തിൽ ധ്യാനം അസാധ്യമാണ്. അതുകൊണ്ട് 18 അക്ഷരങ്ങൾ അടങ്ങുന്ന ദശാക്ഷര മന്ത്രത്തിന്റെ പതുക്കെയുള്ള ജപത്തോടൊപ്പം ഹരേ കൃഷ്ണ പോലുള്ള മഹാമന്ത്രത്തിന്റെ ഉറക്കെയുള്ള കീർത്തനവും ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നു. ബ്രഹ്മദേവൻ വസിക്കുന്നത് ബ്രഹ്മലോകം അഥവാ സത്യലോകം എന്നറിയപ്പെടുന്ന ഏറ്റവും ഉന്നതമായ ലോകത്തിലാണ്. ഓരോ ലോകത്തിനും ഒരു അതിദേവനുണ്ട്. ബ്രഹ്മാവ് സത്യലോകത്തിന്റെ അതിദേവനായിരിക്കുന്നത് പോലെ സ്വർഗീയ ലോകങ്ങളിൽ ഇന്ദ്രനും സൂര്യനിൽ സൂര്യദേവനായ വിവസ്വാനും അതിമൂർത്തികളാണ്. ഇപ്രകാരം എല്ലാ ലോകങ്ങളിലെയും അതിദേവന്മാരും അധിവാസികളുമെല്ലാം ഗോവിന്ദനെ ധ്യാനത്തിലൂടെയോ കീർത്തനത്തിലൂടെയോ ആരാധിക്കണമെന്ന് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അപ്പൊ ഇവിടെ ബ്രഹ്മാവ് വന്നിട്ട് അഷ്ടദശാക്ഷര മന്ത്രം ജപിക്കുന്നുണ്ട്. ഈ മന്ത്രം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ. അപ്പൊ എല്ലാരും ഏത് ലോകത്തിലെ ആരുണ്ടെങ്കിലും എത്രയോ ലോകങ്ങളെല്ലാം ഉണ്ട്. ഓരോരോ ലോകത്തിനും ഓരോരോ അതോറിറ്റി ഉണ്ട്. ഏതാ ഇവിടെ പറഞ്ഞിട്ട് ഇന്ദ്രലോകത്തില് ഇന്ദ്രനാണ് ടോപ്പ് മോസ്റ്റ് പേഴ്സൺ, സൂര്യലോകത്തില് സൂര്യനാണ്, വിവസ്വാനാണ്. ബട്ട് എല്ലാരും അവരവരുടെ ലോകത്തിലിരുന്ന് എല്ലാരും ഭഗവാനെയാണ് ധ്യാനിക്കുന്നത്. ശീല പ്രഭുപാദ് വന്നിട്ട് നമുക്കറിയാം ബ്രഹ്മലോകത്തിൽ എന്താ മന്ത്രം ജപിക്കുന്നത്. ശീല പ്രഭുപാദ് നെക്സ്റ്റ് ഡിവോട്ടി, കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി മഹാരാജ്, ഇവരെല്ലാരും പറയുന്നത് അവിടെ എല്ലാവരും ഈ അഷ്ടദശാക്ഷര മന്ത്രമാണ് ജപിക്കുന്നത്. അതിന്റെ കൂടെ ഹരേ കൃഷ്ണ മഹാമന്ത്ര. സോ ഡിവോട്ടീസ് വന്നിട്ട് എപ്പോഴുമേ എല്ലാത്തിനും ഹരേ കൃഷ്ണ മഹാമന്ത്ര. ഹരേ കൃഷ്ണ മഹാമന്ത്ര ഈസ് രാധാകൃഷ്ണൻ ഹരി അന്യ. ചൈതന്യ കൃഷ്ണനും കൃഷ്ണന്റെ പേരിനും അഭിന്നത്വം നാമിനഹ. ഒരു വ്യത്യാസമില്ല. ഭഗവാന്റെ നാമത്തിനും ഒരു വ്യത്യാസമില്ല എന്ന് പെർഫെക്റ്റ്ലി മനസ്സിലാക്കിയിട്ട് ശീല പ്രഭുപാദർ വലിയ വലിയ കാര്യങ്ങൾ, അതായത് ഈവൻ ടെമ്പിൾ കുംഭാഭിഷേകം നടത്തുകയാണെങ്കിലും ഭക്തന്മാർക്ക് കല്യാണം നടത്തുന്നത് എല്ലായിടത്തും വന്നിട്ട് ഓക്കെ പണ്ഡിതന്മാരുണ്ടാവും, വേദപാരായണം എല്ലാം ഉണ്ടാവും. അതിന്റെ കൂട്ടത്ത് ഹരിനാമ സങ്കീർത്തൻ ഹരേ കൃഷ്ണ മഹാമന്ത്രയുടെ ചാന്റിങ് ഉണ്ടാവും. സോ ചാന്റിങ് ഓഫ് ഹരേ കൃഷ്ണ ഈസ് ദ ഓൺലി, അതായത് ഏത് ലോകത്തിൽ എവിടെ പോയാലും എല്ലാവരും ഭഗവാന്റെ ദിവ്യനാമങ്ങൾ ജപിച്ച് ഭഗവാന് ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ 14 ലോകത്തിലും ഇത് തന്നെയാണ് എല്ലാവരുടെയും സർവീസ് എന്ന്. ചൗദഭുവനെ യാണ്ട്ര സഭേ കർ ധ്യാന വൈകുണ്ഠാദി പൂരെ യാണ്ട്ര ലീല ഗുണഗണ. സോ എല്ലാ ലോകത്തിലും ഈ 14 ലോകത്തിലുള്ള എല്ലാവരും പിന്നെ വൈകുണ്ഠവാസികൾ എല്ലാവരും എന്താ ചെയ്യണ ഭഗവാന് ഗുണഗാൻ ചെയ്യുന്നുണ്ട്. ചൗദഭുവനെ എല്ലാ ലോകത്തിലും 14 പ്ലാനറ്ററി സിസ്റ്റംസ് എല്ലാവരും ഭഗവാനെ കീർത്തിക്കുന്നുണ്ട് എന്ന്. യാണ്ട്ര മാധുരി തേ കരെ ലക്ഷ്മി ആകർഷണ रूप गोसानी करी याचेना श्री रूप वर्णनाम. माताजी ഇതിന്റെ ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കുമോ? 223 ഹരേ കൃഷ്ണജി. ഐശ്വര്യദേവതയായ ലക്ഷ്മി അവിടുത്തെ മാധുര്യത്താൽ പെടുന്നു.
ഭാവാർത്ഥം വായിക്കണോ മാജി? വായിക്കണം അത്. ഓക്കെ, നരേഷ്. ഭാവാർത്ഥം. ശ്രീല രൂപഗോസ്വാമി അദ്ദേഹത്തിന്റെ ലഘു ഭാഗവതാമൃതത്തിൽ പത്മപുരാണത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ലക്ഷ്മി ദേവി കൃഷ്ണന്റെ ആകർഷകമായ സവിശേഷതകൾ ദർശിച്ചതിനു ശേഷം കൃഷ്ണനിൽ ആകൃഷ്ടയായി അവിടത്തെ പ്രീതി തേടുന്നതിനു വേണ്ടി ധ്യാനത്തിൽ മുഴുകുന്നതായി അവിടെ പറയുന്നു. ലക്ഷ്മി ദേവി കഠിന വ്രതത്തോടു കൂടിയ ധ്യാനത്തിൽ മുഴുകുന്നത് എന്തിനാണെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു: എനിക്ക് വൃന്ദാവനത്തിലെ ഗോപികമാരെ പോലെയുള്ള അങ്ങയുടെ ഒരു സഹവാസിയാകണം. ഇത് കേട്ട ശ്രീകൃഷ്ണ ഭഗവാൻ അത് തികച്ചും അസാധ്യമാണെന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ താൻ ഭഗവാന്റെ വക്ഷത്തിൽ ഒരു സുവർണ രേഖയായി നിലകൊള്ളാൻ ആഗ്രഹിക്കുന്നതായി ലക്ഷ്മി ദേവി അറിയിച്ചു. ഭഗവാൻ അവളുടെ അഭ്യർത്ഥന സ്വീകരിക്കുകയും അപ്പോൾ മുതൽ ലക്ഷ്മി ദേവി കൃഷ്ണ ഭഗവാന്റെ മാറിൽ ഒരു സുവർണ രേഖയായി സദാ നിലകൊള്ളുകയും ചെയ്യുന്നു. ലക്ഷ്മി ദേവിയുടെ കഠിനവ്രതവും ധ്യാനവും ശ്രീമദ് ഭാഗവതത്തിലും 10-ാം കാൻഡോ 16-ാം അധ്യായം 36-ൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അവിടെ കാളിയ സർപ്പത്തിന്റെ പത്നിമാർ കൃഷ്ണനോട് നടത്തുന്ന പ്രാർത്ഥനയിൽ ഭാഗ്യദേവതയായ ലക്ഷ്മിയും ഒരു ഗോപികയെ പോലെ അവിടുത്തെ സഹവാസവും പാദധൂളികയും ആഗ്രഹിക്കുന്നതായി പറയപ്പെടുന്നു. അത്രയും വലിയ ഒരു സ്ഥാനം മഹാലക്ഷ്മിക്ക് പോലും ഇല്ല. ചൈതന്യ ലക്ഷ്മി ദേവി വന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നു, കൃഷ്ണനെ ഒരു ഗോപിയാവണം, ഭഗവാന്റെ ലീലയില് പങ്കെടുക്കണമെന്ന്. അപ്പോ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഗോപിമാർമാര് ഈ ഐശ്വര്യം എല്ലാം വിട്ടിട്ട് സേവ ചെയ്യാൻ റെഡിയാവണം, കൗഡ് ആൻഡ് പാറ്റീസ് ഉണ്ടാക്കണം. അതിനെല്ലാം റെഡിയാണോ? ഐശ്വര്യം എല്ലാം വിട്ടിട്ട് വരാൻ റെഡിയാണോ? അപ്പൊ ലക്ഷ്മി ദേവി അതിന് അത്രയും പെട്ടെന്ന് തയ്യാറല്ല. ഷീ സ്റ്റിൽ മെഡിറ്റേറ്റിംഗ്. ഇവിടെ വൃന്ദാവനിലെ വ്രജവാസികൾക്കെല്ലാം വന്നിട്ട് ഫോർ ദി പ്ലഷർ ഓഫ് കൃഷ്ണ എന്ന ഐശ്വര്യം എല്ലാത്തിനും വിട്ടു വരാൻ അവർ തയ്യാറാണ്. എന്ത് സംഭവിച്ചാലും തനക്ക് എന്തൊരു കഷ്ടതയോ എന്തൊരു ഇത് വന്നാലും ഭഗവാൻ സന്തുഷ്ടനായിരിക്കണം. അവരുടെ ഒരേ ഒരു മോട്ടീവ് വന്നിട്ട് അത് മാത്രം. സോ ഈവൻ ലക്ഷ്മി ദേവി വന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നു, ഭഗവാന്റെ സർവീസ് എനിക്ക് കിട്ടണം, ഭഗവാന്റെ സർവീസ് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. Hearing this, Lord Shri Krishna replied that it is quite impossible. ലക്ഷ്മി ദേവി എന്തിനാ മെഡിറ്റേറ്റ് ചെയ്യുന്നത്? എനിക്ക് വന്നിട്ട് ഭഗവാന്റെ സർവീസ് വേണം, ഭഗവാന്റെ അനുഗ്രഹം വേണം. അത് വന്നിട്ട് പറഞ്ഞു, കൃഷ്ണ പറഞ്ഞു, നോ, ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. ഈ ഐശ്വര്യം എല്ലാം വെച്ചിട്ട് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ ഒരു ഭക്തൻ എത്ര ഭാഗ്യമാണ്, ഗോപിമാരിൽ എത്ര ഭാഗ്യമാണ്, എത്ര ഭാഗ്യം ചെയ്തവരാണ്. ഡയറക്റ്റ് ആയിട്ട് ഭഗവാന്റെ അസോസിയേഷനും ഭഗവാന്റെ കൂടെ കളിക്കാനും പിടിക്കാനും എന്ത് ഭാഗ്യം. Text 224. मेरान्भङ्गित्रया परिचितां साचि विस्तीर्णदृष्टिं वंशीयस्याधर किशलयाम् उज्ज्वलां चन्द्रकेन गोविन्दाख्यां हरितनुमित केशितीर्थोपकण्ठे मा प्रेक्षिष्टास्तवयदि सखे ബന്ധു സംഗേ തിരംഗ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. നല്ലൊരു ട്രാൻസ്ലേഷൻ ആണ്. മാതാജി പ്ലീസ് ഇത് റീഡ് ചെയ്യും. വിവർത്തനം. അവിടത്തെ ശ്രീമുഖത്തൊരു പുഞ്ചിരി വിടർന്നിരിക്കുന്നു. തന്റെ കടക്കണ്ണുകളാൽ ദൃഷ്ടി പായിച്ചുകൊണ്ട് പുതുതായി കിളിർത്ത തളിരുകൾ പോലെയുള്ള തന്നുടെ അധരങ്ങളിലേക്ക് അവിടുന്ന് പുല്ലാങ്കുഴൽ ചേർത്ത് വയ്ക്കുമ്പോൾ ആ ത്രിഭംഗ സുന്ദരമായ ദിവ്യരൂപം നിലാവെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങുന്നു. അല്ലയോ പ്രിയ സഖാവേ, നിനക്ക് യഥാർത്ഥത്തിൽ ഇഹലോകത്തിലുള്ള ബന്ധുക്കളോട് ബന്ധം നിലനിർത്തുവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ യമുനാ തീരത്തെ കേശിഘട്ടത്ത് നിൽക്കുന്ന ഗോവിന്ദന്റെ സുസ്മേര മുഖത്തെ നീ ഒരു നോക്കു പോലും കാണാനിടയാകാതിരിക്കട്ടെ. ഭാവാർത്ഥം. പ്രായോഗിക ഭക്തിയുത സേവനം സംബന്ധിച്ച് ഭക്തിരസാമൃത സിന്ധു 1-ാം
കാൻഡോ 2-ാം അധ്യായം 239 നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഒരു ശ്ലോകമാണിത്. ബദ്ധ ജീവിതത്തിൽ ജനങ്ങൾ പൊതുവെ സമൂഹം, സൗഹൃദം, സ്നേഹം തുടങ്ങിയവയുടെ സന്തോഷത്തിൽ വ്യാപരിക്കുന്നു. സ്നേഹമെന്ന് വിളിക്കപ്പെടുന്നത് ഇത് പക്ഷെ പ്രേമമല്ല, കാമമാണ്. എന്നാൽ പ്രേമത്തെക്കുറിച്ചുള്ള അത്തരമൊരു തെറ്റായ ധാരണയിൽ ജനങ്ങൾ സംതൃപ്തരാകുന്നു. ഭൗതിക ലോകത്തിലെ സമൂഹം, സൗഹൃദം, കുടുംബജീവിതത്തിലെ സ്നേഹം എന്നിവ ഒരു തുള്ളി ജലം പോലെയാണെന്നും പക്ഷേ നമ്മുടെ മിഥിലയിലെ അഭിജ്ഞനായ മഹാകവി വിദ്യാവതി പറയുന്നു. അപ്രകാരം വരൾച്ചയകറ്റാൻ സന്തോഷത്തിന്റെ ഒരു സാഗരം തന്നെ ആവശ്യം വരുന്ന ഭൗതിക അസ്തിത്വമാകുന്ന മരുഭൂമിയോടാണ് ഹൃദയത്തെ ഒരു മിനിറ്റ് മതി, കറണ്ട് പോയി. ഹൃദയത്തെ താരതമ്യം ചെയ്തിരിക്കുന്നത്. മരുഭൂമിയിൽ ഒരു തുള്ളി ജലം ഉണ്ടെങ്കിലും ഒരുവന് തീർച്ചയായും അത് ജലമാണെന്ന് പറയാവുന്നതാണ്. പക്ഷേ അത്രയും ചെറിയ അളവിലുള്ള ജലത്തിന് അവിടെ ഒരു പ്രയോജനവുമില്ല. അതുപോലെ ഈ ഭൗതിക ലോകത്തിൽ കാണുന്ന സമൂഹം, സൗഹൃദം, സ്നേഹം ഇവകളുടെ ഇടപെടലുകളിൽ ആരും സംതൃപ്തരല്ല. അതുകൊണ്ട് ഒരുവൻ തന്റെ ഹൃദയത്തിൽ യഥാർത്ഥ സന്തോഷം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പക്ഷം അവൻ ഗോവിന്ദന്റെ അടിമലരിണകളെ തേടിയേ തീരൂ. എന്നാൽ ഇഹലോകപരമായ സമൂഹം, സൗഹൃദം, സ്നേഹം എന്നിവയിലൂടെ തൃപ്തി നേടാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ ഗോവിന്ദന്റെ തൃപ്പാദങ്ങളിൽ അഭയം തേടേണ്ടതില്ലെന്ന് ശ്രീരൂപ ഗോസ്വാമി ഈ ശ്ലോകത്തിൽ പറയുന്നു. എന്തെന്നാൽ അവിടുത്തെ തൃപ്പാദങ്ങളെ പോകുന്ന പക്ഷം അവന് നിസ്സാര അളവിലുള്ള സന്തോഷം എന്ന് പറയപ്പെടുന്നവയെല്ലാം മറന്നു പോകും. എന്നാൽ കേവലം സന്തോഷം എന്ന് പറയപ്പെടുന്നവയിൽ സംതൃപ്തനാകാത്ത ഒരുവന് വൃന്ദാവനത്തിലെ യമുനാ തീരത്തിലുള്ള കേശി തീർത്ഥത്തിൽ നിന്നുകൊണ്ട് തന്റെ അതീന്ദ്രിയ പ്രേമ സേവനത്തിലേക്കായി എല്ലാ ഗോപികമാരെയും ആകർഷിക്കുന്ന ആ ഗോവിന്ദന്റെ പാദാരവിന്ദങ്ങൾ തേടാവുന്നതാണ്. ഹരേഷ്. ഇവിടെ വിദ്യാപതി മിഥിലയുടെ ഗ്രേറ്റ് പോയറ്റ് പറയുന്നുണ്ട്. The pleasure derived from friendship, society and family life in the material world is like a drop of water, but our hearts desire pleasure like an ocean. നമുക്ക് ആനന്ദം കിട്ടുന്ന മിഥിലയിലുള്ള ഈ പോയിന്റ് പറയുന്നുണ്ട്. നമുക്ക് സന്തോഷം കിട്ടുന്നത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, സൊസൈറ്റി, ഫാമിലി എല്ലാം. പക്ഷെ ഇവര് നമുക്ക് തരാൻ പറ്റിയ സന്തോഷം വന്നിട്ട് ഇറ്റ് ഈസ് ഓൺലി എ ഡ്രോപ്പ് ഓഫ് വാട്ടർ. നല്ലോണം കാഴ്ച വരുമ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടി എങ്ങനെ ഉണ്ടാവും? ചെയ്യാവില്ല ഒരിക്കലും. നമുക്ക് വേണ്ടത് സാഗരം പോലെ ഹാപ്പിനെസ് ആണ്. നമ്മളെല്ലാം സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാന്റെ അടുത്ത് നിന്ന് വന്ന അംശങ്ങളാണ്. അപ്പൊ ഭഗവാന്റെ അടുത്തുള്ള അതുപോലെ ഇറ്റേണലി ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുള്ളതും വന്നിട്ട് നമ്മുടെ ബൈ നേച്ചർ, അത് നമ്മുടെ നേച്ചറാണ്. സന്തോഷമായ നമുക്ക്. പക്ഷെ ഇവിടെ ക്ഷണഭംഗുരം എല്ലാം ഇത്തിരി സമയത്തിലേക്ക്, കുറച്ച് സമയത്തിലേക്ക് ഇത്തിരി കിട്ടി പിന്നെ അത് കാണാതെ പോകുന്നതാണ് ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് കിട്ടുന്ന എല്ലാ സന്തോഷങ്ങളെല്ലാം. ഓൺലി എ ഡ്രോപ്പ്. ഒരു ഡെസേർട്ടിൽ പോയി ഒരു തുള്ളി വെള്ളം കിട്ടുമ്പോൾ എനിക്ക് എന്തോ കിട്ടി. ബട്ട് അതിലൊന്നും അല്ല. ശരിക്കുമുള്ള ഒരു therefore if one wants to derive real pleasure within his heart, he must seek the lotus feet of Govinda. അപ്പൊ പറയുന്നുണ്ട് ഇതിലെല്ലാം ആനന്ദം തേടുന്നവർക്ക് വന്നിട്ട് ഭഗവാന്റെ അടുത്ത് ആനന്ദം കിട്ടില്ല. ചില പ്രഭുപാദർ വന്നിട്ട് നമ്മളെ മാതിരി ഒരു സാധാരണക്കാർക്കെല്ലാം വന്ന് ഇത് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അത് വന്നിട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ കുറെ ടൈം വീണ്ടും 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 കേൾക്കുമ്പോൾ വി ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ്. ഇതെല്ലാം വന്നിട്ട് നമുക്ക് വന്ന് ശാശ്വതമായിട്ടുള്ള സന്തോഷം വന്നിട്ട് ഭഗവാനെ സേവിക്കുമ്പോൾ മാത്രമാണ്, ഭഗവാന്റെ കൃപാദങ്ങളെ സേവിക്കുമ്പോൾ മാത്രമാണെന്ന് പ്രഭുപാദന്റെ അനുഗ്രഹം കൊണ്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. എനിക്ക് അതിശയം തോന്നി. ട്രിവാൻഡ്രത്തില് നമ്മുടെ കൂടെ ഗൾഫിൽ ഇരുന്ന ഒരു ഡിവോട്ടി ഇവിടെ സെറ്റിലായി. പിന്നെ ആ പ്രഭു വെരി ഹൈ പൊസിഷനിൽ ഉണ്ടായിരുന്ന പ്രഭുവാണ്. ആ പ്രഭു പിന്നെ മാതാജിയും പ്രഭുജിയും രണ്ടുപേരും നല്ല ഡിവോട്ടി. അപ്പൊ പ്രഭു നേരത്തെ അബുദാബിയിലെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രഭുജി വന്നിട്ട് ഷാർജയിലേക്ക് വന്നിട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ എന്റെ ഹസ്ബൻഡോട് സംസാരിക്കുമ്പോ അവർ ചോദിച്ചു, യുനോ
എത്ര ശമ്പളം ഡിഫറൻസിൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടാവുമെന്ന് അറിയോ എന്ന് ചോദിച്ചു. നോർമലി എല്ലാവരും നല്ല ഒരു ഹൈക്ക് കിട്ടുമ്പോഴാണ് ഒരു ജോലി വിട്ടിട്ട് മറ്റേ ജോലി ഷിഫ്റ്റ് ആവുന്നത്, ഒരു നാച്ചുറലി. അപ്പൊ പ്രഭു പറഞ്ഞു, ഐ എം ടോക്കിംഗ് അറ്റ്ലീസ്റ്റ് ഒരു 15 ഇയേഴ്സ് മുമ്പിലുള്ള കഥയാ, 15 വർഷം. 20,000 ദിറംസ് സാലറി കുറച്ചിട്ട് ഞാന് ഷാർജയ്ക്ക് വന്നതാണ്. അപ്പൊ ജസ്റ്റ് ഇമാജിൻ വാട്ട് വിൽ ബി സാലറി. 20,000 ദിറംസ് കമ്മി സാലറിക്ക് ഷാർജയിൽ ജോലിയായി ഞാൻ വന്നു. ഈ വാണ്ടഡ് അതുപോലെ ജോലി വേണ്ടത് പ്രഭുവോട് പറഞ്ഞത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഡെയിലി ഷാർജ, കുട്ടികളെല്ലാം ഷാർജയിൽ പഠിക്കുമായിരുന്നു. അപ്പൊ ഡെയിലി പ്രഭു വന്നിട്ട് ഷാർജ ടു അബുദാബി, അബുദാബി ടു ഷാർജ, അപ്പ് ആൻഡ് ഡൗൺ ഷട്ടിലിങ്. പിള്ളേർ കണ്ടിട്ടേ ഉണ്ടാവില്ല അച്ഛൻ വരുന്നതും പോകുന്നതും ഒന്നും അറിയില്ല. പിന്നെ നമ്മുടെ ഡിവോഷണൽ സർവീസ്, നല്ല പൊസിഷൻ, നല്ല എല്ലാ ഹൈക്കെല്ലാം ഉണ്ടായിട്ടും ഫാമിലി കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഇതിനെ വന്നിട്ട് പ്രഭു വന്നിട്ട് 20,000 ദിറം ശമ്പളത്തിന് കുറച്ചിട്ട് അബുദാബിയിൽ നിന്ന് ഷാർജയ്ക്ക് വന്നു. ദേവർ ഡൂയിങ് വണ്ടർഫുൾ സേവ, വൈഷ്ണവ സേവ എപ്പോഴും അത് വീട്ടിലെല്ലാം ഉണ്ടാവും. പിന്നെ കുറെ വർഷങ്ങളെല്ലാം കഴിഞ്ഞു. കൊറോണ പീരീഡില് പ്രഭു വന്നിട്ട് ശരീരം വിട്ടു. ശരീരം വിട്ടപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും അവരുടെ വീട്ടിൽ പോയിരുന്നു, കാണാൻ വേണ്ടിയിട്ട് അങ്ങ് പോയിരുന്നു. അവിടെ പോയിരുന്നപ്പോൾ മാതാജി പറയുന്നു, പ്രഭുജി ഓൾമോസ്റ്റ് ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോൾ ഞാൻ പ്രഭുവോട് പറഞ്ഞു, വേറൊന്നും ചിന്തിക്കണ്ട, വേറൊന്നും ചിന്തിക്കണ്ട. ചില പ്രഭുപാദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ലേ, വൃന്ദാവനത്തിലെ കേശി ഘാട്ടയില് ആ ബ്ലൂ ബോയ്, ആ ഫ്ലൂട്ടും വെച്ച് നിൽക്കുന്ന ആ ബ്ലൂ ബോയിനെ മാത്രം ചിന്തിച്ചാൽ മതി. ആ ബ്ലൂ ബോയിന്റെ ലോട്ടസ് ലിപ്സ് വന്നിട്ട് ബിംബ ഫ്ലവർ ഫ്രൂട്ട് മാതിരി ആ ബ്ലൂയിഷ് ബോയിനെ മെഡിറ്റേറ്റ് ചെയ്യുന്നേ, വേറൊന്നും ചിന്തിക്കല്ലേ പോകുന്ന വഴിക്ക്. ഇപ്പൊ മാതാജി പറയുന്ന ശീല പ്രഭുപാദ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മേലെ ലോകത്തില് നമ്മുടെ ആത്മാവ് ട്രാവൽ ചെയ്യുമ്പോൾ കുറെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണുന്നു. അതായത് ഈ ഭൗതിക ലോകത്തെ കാണാത്ത വളരെ ഐശ്വര്യവും സുഖ സ്വഭാവങ്ങളെല്ലാം കാണുമ്പോൾ നമ്മൾ വലിയ ഒരു ഇതാണല്ലോ അങ്ങനെ വിചാരിക്കുമ്പോ, ഇത് എൻജോയ് ചെയ്യണോ, എന്നാ ഇവിടെ നിന്ന് ഇതും കൂടെ എൻജോയ് ചെയ്തിട്ട് വന്നാൽ മതി, ഇതും കൂടെ അനുഭവിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ യാത്രയില് ഭഗവാന്റെ അടുത്ത് പോകുന്ന യാത്രയിൽ നമുക്ക് പോകും. അപ്പൊ ശീല പ്രഭുപാദ് പറയുന്നത്, യു ഗോ ടു വൃന്ദാവൻ, യു സീ ദ ബ്ലൂയിഷ് ബോയ്. ആ ബ്ലൂയിഷ് ബോയിനെ കണ്ട് അവിടെ ഫ്ലൂട്ടും വെച്ചുകൊണ്ടിരിക്കുന്ന ആ ബ്ലൂയിഷ് ബോയ് കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ലൈഫ് വന്നിട്ട് സക്സസ്ഫുൾ ആവും ഭഗവാന്റെ തൃപ്പാദത്തിൽ. അപ്പൊ മാതാജി ആ സമയത്ത് ഞാൻ ഭാഗവതം ക്ലാസ്സിൽ കേട്ട ഓർമ്മയില്ല, ഞാൻ പ്രഭുവിന് ഇത് പറഞ്ഞു കൊടുത്തു മാതാജി. എനിക്ക് അങ്ങനെ കേൾക്കുമ്പോ ദൈവമേ കൃഷ്ണ, ഇങ്ങനെയെല്ലാം നമ്മള് അത് റൈറ്റ് ടൈമില് റൈറ്റ് തിങ് ഓർമ്മ വരണം. കറക്റ്റ് ആയിട്ടുള്ള ഭഗവാൻ പ്രഭു വന്നിട്ട് ആ ശരീരം വിടുന്ന സ്റ്റേജില് മാതാജി സെന്റിമെന്റലി അവിടെ നിന്ന് അഫ്കോഴ്സ് വിഷമം വേദനയെല്ലാം ഉണ്ടായിരുന്നാലും മാതാജി കറക്റ്റ് സമയത്തിൽ ഈ ശ്ലോകം പറഞ്ഞ് ഇതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത്, ഇതാണ് ശാശ്വതം, ഇവിടെയാണ് നമ്മുടെ സൊസൈറ്റി, ഫ്രണ്ട്സ്, കൂടെ ഉള്ളവർ, ഇവരെല്ലാം എടുത്ത് നമുക്ക് കിട്ടുന്നത് ശാശ്വതമായിട്ടുള്ള സന്തോഷമല്ല. ഭഗവാന്റെ തൃപ്പാദത്തിൽ സറണ്ടറായി അവിടെ സേവ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫ് വന്നിട്ട് റിയലി ഇതാവുന്നതെന്ന് പറഞ്ഞ് മാതാജി പറഞ്ഞു കൊടുത്തപ്പോൾ ഇതുപോലെ വൈഷ്ണവന്മാരുടെ അസോസിയേഷൻ നമുക്ക് കിട്ടിയല്ലോ എന്ന്. അപ്പോ ഓരോരോ വൈഷ്ണവരുടെ അടുത്തുനിന്നും നമ്മൾ പുസ്തകം വായിക്കുന്നതിനെക്കാട്ടിലും വൈഷ്ണവന്മാരുടെ അസോസിയേഷനിൽ വന്നിട്ട് നമ്മൾ കണ്ടും കേട്ടും പഠിക്കുന്നത് ധാരാളമാണ്. നമ്മൾ പഠിച്ചാൽ അത്രയ്ക്കൊന്നും തലയിൽ കയറില്ല, മനസ്സിലാവില്ല. ബട്ട് when we associate with devotees, hear from Guru Maharaj, senior devotees, അവരുടെ അടുത്തെല്ലാം അസോസിയേഷൻ എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ ഇതെല്ലാം താൽക്കാലികമാണ്. ഹയസ്റ്റ് ലെവലില് അവരുടെ ലൈഫ് എല്ലാം ഉണ്ടായിരുന്നു. ഇത് ഈ പോയിന്റ് ആണ് മനസ്സിലാക്കേണ്ടത് മെയിൻ ആയിട്ട്. എനിക്ക് ഈ ശ്ലോകം വായിച്ചപ്പോ പെട്ടെന്ന് അത് എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ ഹ്യൂമിലിറ്റി, കടയിൽ കിട്ടുവാണെങ്കിൽ ഈസി ആയിട്ട് ഒരു 2 കിലോ 5 കിലോ ഹ്യൂമിലിറ്റി മേടിക്കാം. നമ്മുടെ അകരാതിയിലേ അതില്ല എന്റെ. അപ്പൊ ഈ നല്ലൊരു ദിവസം കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്ന പോലെ എല്ലാം ഹമ്പിൾ ആയിട്ട് വൈഷ്ണവ ക്വാളിറ്റീസ് എല്ലാം കുറെ കേൾക്കുന്നു, പക്ഷെ ജീവിതത്തിൽ അത് പാലിക്കും. അത് റിയലി ഒരു നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത് വളരെ നല്ലതായിരിക്കും. എല്ലാ വൈഷ്ണവന്മാരുടെ അടുത്തും ഐ പ്രേ ആൻഡ് ബെഗ് ഫോർ മേഴ്സി. ഇതുപോലത്തെ ഒരു ഗുണങ്ങളെല്ലാം വന്ന് നമ്മളും ഡെവലപ്പ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇതിൽ നമുക്ക് നിർത്താം.
Thank you so much for joining this wonderful session. എനിക്ക് ഈ ചാൻസ് കൊടുത്തതിനും വളരെ thank you so much. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലും കമന്റ്സ് എന്തെങ്കിലും പറയും. ഹരേ കൃഷ്ണ മാതാജി, ദണ്ഡത് പ്രണാം. മാതാജി വളരെ ഫീലിംഗ് ആയിട്ടുള്ള നല്ലൊരു പാസ്റ്റ് ടൈംസ് പറഞ്ഞു. വളരെ സന്തോഷം മാതാജി. മാതാജി, ആ പ്രഭുവിന്റെ പേരെന്താണ്? ശരീരോപേക്ഷ ആ പ്രഭുവിന്റെ പേരെന്താണ്? കൃഷ്ണ അച്യുതദാസ്. എന്താ മാതാജി? കൃഷ്ണ അച്യുതദാസ് പ്രഭു. കൃഷ്ണ അർജുനദാസ്. അച്യുതൻ. കൃഷ്ണ അച്യുതദാസ്. ഓക്കെ. അത് കേരളത്തിലെ ഡ്യൂട്ടിയാണോ അതോ വെളിയിലത്തെ ഡ്യൂട്ടിയാണോ? ഇല്ല, ഇതേ സെറ്റിൽഡ് അവിടെ ട്രിവാൻഡ്രത്തിലാണ്. ട്രിവാൻഡ്രം പറഞ്ഞ അത് കുറച്ച് ദൂര സ്ഥലവാ. പ്രഭു കൃഷ്ണ അച്യുത പ്രഭുവിന്റെ സ്ഥലം അല്ല, ആ സ്ഥലത്തിന്റെ പേരെന്താ? നമ്മൾ പോയ സ്ഥലം, ആ ഒരു സ്ഥലം പ്രഭു. അവിടെ മാതാജി വന്നത് പ്രഭുവിന്റെ ലാസ്റ്റ് നിമിഷം ഇത് ഓർമ്മിപ്പിച്ചെന്ന് പറഞ്ഞു. അത് ആരെന്ന് അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. മാതാജി പ്രഭുവിന്റെ സംസാരിച്ചിട്ട് ഏത് ഡ്യൂട്ടിയാണെന്നൊന്ന് അറിയിക്കണം പ്ലീസ്. തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും പ്രഭു. അവർക്ക് അസോസിയേഷൻ വന്നു. അവരും പ്രഭു പോയ പിന്നെ ഭയങ്കര ലോൺലി ആയി ഫീൽ ചെയ്ത് കുറെ ഡൗൺ ആയിരുന്നു. പ്രഭു നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ്സ് അങ്ങനെ എവിടെയോ പൂജപ്പറ നമ്മുടെ വീടിനടുത്താ. അങ്ങനെ എന്തോ പറഞ്ഞു ഓർമ്മ. ഞാൻ പ്രഭുവോട് ഒന്നുകൂടെ കൺഫേം ചെയ്യാം. അവിടുന്ന് ഒരു 15 മിനിറ്റ്സ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ 15-20 മിനിറ്റ്സ് മാതാജിയുടെ പേരെന്താ? മാതാജിയുടെ പേര് മാതാജി, അതും കൂടെ നമ്മൾ ഇനി മീറ്റ് ചെയ്യുമല്ലോ. ആ പ്രഭുവിന്റെ പേരും മാതാജിയുടെ പേരും നമുക്ക് തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് നമുക്ക് അവരുടെ അസോസിയേഷൻ എടുക്കാൻ പറ്റും പ്ലീസ്. പ്രഭു ശരീരോപേക്ഷ എത്ര കാലമായി? സൂപ്പർ. പ്രഭു ശരീരോപേക്ഷിച്ചിട്ട് എത്ര ദിവസമായി? 2 വർഷം. എന്റെ പ്രഭു ഇവിടെ വന്ന പിന്നെയാ ഞങ്ങൾ പോയി കാണാൻ പോയത്. കൊറോണ സമയത്തായിരുന്നു പ്രഭു ശരീരം ഉപേക്ഷിച്ചത്. ഒരു 1-2 ഇയേഴ്സ് ആയിട്ടില്ല. 2 ഇയേഴ്സ്. താങ്ക് യു മാതാജി. വളരെ നല്ല പാസ്റ്റ് ടൈംസ്. വളരെ നന്നായിരുന്നു. ഹരേ കൃഷ്ണ. പ്രഭുവിനും മാതാജിക്കും നന്ദി. ചൈതന്യ ചരിതാമൃതം ഏകാദശി ദിവസം വായിക്കാൻ പറ്റി. സൂപ്പർ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ദണ്ഡത് പ്രണാം. പ്രണാമം മാതാജി. പ്രണാം പ്രഭുജി. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ മാജി? ശരി മാതാജി. ഹരേ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.